കണ്ണൂർ വളപട്ടണത്ത് 267 പവനും 1,21,00,000 രൂപയും കവർച്ച നടത്തിയ കേസിലെ പ്രതി ലിജീഷ് വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ. കീച്ചേരിയിൽ നടന്ന മറ്റൊരു മോഷണ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെയാണ് ലിജീഷിനെ കസ്റ്റഡിയിൽ വിട്ടത്. 1 വർഷം മുൻപാണ് കേച്ചേരിയിലെ വീട്ടിൽ നിന്ന് 11.5 പവൻ മോഷണം പോയത്. വളപട്ടണത്തെ അയൽവാസിക്കള്ളന്റെ മോഷണം ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വീട്ടുകാരില്ലാത്ത തക്കം നോക്കി സ്വർണവും പണവും കവർന്ന ആസൂത്രിതമായ മോഷണം. ഈ കേസ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് പോലീസിന് മറ്റൊരു കേസിന്റെ ചുരുളഴിയുന്നത്. വളപട്ടണത്തെ അരിവ്യാപാരിയുടെ വീട്ടിലെ 267 പവനും 1,21,00,000 രൂപയും കവർച്ച നടത്തിയ അയൽവാസിക്കള്ളനെ പോലീസ് പിടികൂടിയത് ആസൂത്രിത നീക്കങ്ങളിലൂടെയായിരുന്നു. തൊണ്ടി മുതൽ ഉൾപ്പെടെയാണ് കള്ളനെ പോലീസ് പിടികൂടിയത്. കേസിന്റെ ഭാഗമായി ശേഖരിച്ച വിരലടയാളം പരിശോധിച്ചപ്പോഴാണ് കീച്ചേരിയിലെ മറ്റൊരു മോഷണക്കഥയുടെ ചുരുളുകൂടി അഴിയുന്നത്. 2 കേസിലും സമാനമായ വിരലടയാളം. ഇതോടെ 1 വർഷം മുമ്പ് നടന്ന കീച്ചേരിയിലെ 11.5 പവൻ സ്വർണം മോഷണം പോയ കേസിലും ലിജീഷ് സംശയ നിഴലിലായി. ലിജീഷിനെ പോലീസ് ചോദ്യം ചെയ്തു. മുഖം മറച്ചാണ് മോഷ്ടാവ് മോഷണത്തിനെത്തിയത്. പുറമെ കഷണ്ടി ഉണ്ടായിരുന്നു. ഏറെക്കുറെ 2 മോഷണങ്ങളിലും സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഒന്നിച്ചു വന്നപ്പോൾ പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചു, വളപട്ടണത്തെ മോഷണക്കേസിലെ പ്രതി ലിജീഷ് തന്നെയാണ് കീച്ചേരിയിലും മോഷണം നടത്തിയത്. പ്രതി കുറ്റം സമ്മതിച്ചതോടെയാണ് കീച്ചേരി മോഷണത്തിലും ലിജീഷിനെ അറസ്റ്റ് ചെയ്തത്. വളപട്ടണം കവർച്ചാ കേസിലും കീച്ചേരി മോഷണ കേസിലും ലിജീഷ് അങ്ങനെ പ്രതിയായി. ഇതോടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ചൊവ്വാഴ്ച വൈകിട്ട് വരെയാണ് കോടതി കസ്റ്റഡി നൽകിയിരിക്കുന്നത്. വളപട്ടണത്ത് പ്രതി മോഷണം നടത്തിയിട്ടുള്ള മുഴുവൻ തൊണ്ടിമുതലും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കീച്ചേരിയിൽ നടത്തിയ മോഷണത്തിലെ തൊണ്ടിമുതൽ പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതി ലിജീഷ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. തുടർ അന്വേഷണത്തിൽ തൊണ്ടിമുതൽ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം.